ഹലോ ഗൈസ്, വെൽക്കം ടു ഡോക്ടർ ഫോബി. സമയം ഏകദേശം 7:35 ഇന്നൊരു ഞായറാഴ്ചയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് വീട്ടിൽ അങ്ങനെ ഇരിക്കാം. അപ്പോഴാണ് ഓർത്തത് നമ്മൾ RS-200 കെയും പുറത്തുണ്ട്. എന്നാൽ പോയി നൈസായിട്ടൊന്ന് വാമപ്പ് ചെയ്യാമെന്ന് കരുതി. പോയി വാമപ്പൊക്കെ ചെയ്ത് പയ്യെ ആ വണ്ടിയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ ബാക്ക് പാക്ക് പുതിയൊരു പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്. തൊട്ടടുത്ത ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട്, വിട്ടാലോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ ഒന്നും നോക്കിയില്ല. ഒറ്റ ചോദ്യം, ഒറ്റ മൈൻഡ്. ബൈക്കും എടുത്ത് ഞങ്ങളങ്ങ് ഇറങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു യാത്ര ഒരിക്കലും പോകണമെന്ന് കരുതിയതല്ല. ബൈക്കൊക്കെ വാഷ് ചെയ്ത് വീട്ടിലങ്ങാണ് ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് കരുതിയതാണ്. പ്രകൃതിയോടുള്ള ഇഷ്ടവും ബൈക്കിനോടുള്ള പ്രണയവും പിന്നെ ഒറ്റ കാരണം റൈഡ്. അങ്ങനെ ഞങ്ങളും റൈഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു പ്ലാനും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത റൈഡായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും വീട്ടിൽ നിന്ന് കഴിക്കാൻ പോലും നിന്നില്ല. കുടിച്ച കാലി ചായയായിട്ട് ഞങ്ങൾ അങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള മുട്ടറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെ മരുതിമല എന്ന് പറയുന്ന മലയെ തേടിയാണ് ഇന്നത്തെ ഞങ്ങൾ ഈ ഒരു യാത്ര. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററാണ് ഈ ഒരു പാറയിലേക്ക്. വെളിയം ഗ്രാമപഞ്ചായത്തിലാണ് ശരിക്കും ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 24 ഏക്കറോളം വിസ്തീർണമുള്ള അല്ലെങ്കിൽ വ്യാപിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പാറ, അതാണ് മരുതിമല എന്ന് പറയുന്നത്. 900 അടി ഉയരത്തിലാണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്രതീക്ഷിതമായി തുടങ്ങിയ ഈ ഒരു യാത്രയ്ക്ക് ഏതൊരു ദൈർഘ്യമേറിയ യാത്രയെക്കാളും ഒരു സുഖം. കാരണം വീടിന് തൊട്ടടുത്ത് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കാണാം, സമാധാനമായിട്ടിരിക്കാം എന്നൊക്കെ ആലോചിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം തിരിച്ച് മടങ്ങി വരുമ്പോഴത്തേക്കിനും ദൂരക്കുറവാണല്ലോ, പെട്ടെന്ന് വീട്ടിലെത്താം, പെട്ടെന്ന് കിടന്നുറങ്ങാം. ആ ഒരു മൈൻഡിൽ ഒട്ടിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ഈ നമ്മുടെ RS-200. ഓരോ തവണ ഓരോ കോർണേഴ്സ് എടുക്കുമ്പോഴും ഇപ്പോൾ സ്ഥലം എത്തും എന്ന് പറയുന്ന നമ്മളൊരു ഫീലിംഗ്. പുറകിലിരിക്കുന്ന ബാക്ക് പാക്ക് ആണെങ്കിലോ ഗൂഗിൾ മാപ്പിൽ നോക്കിയിരുന്ന് സ്ഥലം തെറ്റിക്കാൻ അതിന് PhD എടുത്തത്. പിന്നെ പറയേണ്ടതില്ലല്ലോ, എത്ര വട്ടം തിരിച്ചെന്നോ ആരോടൊക്കെ ചോദിച്ചെന്നോ ഒരു പിടുത്തമില്ല. അങ്ങനെ മുന്നിൽ വന്ന പ്രതിസന്ധികളൊക്കെ തമാശയാക്കി ഞങ്ങൾ ഓരോ ചൂടും മുമ്പോട്ട് പൊക്കോണ്ടിരുന്നു. RS-200 ആണെന്നുണ്ടെങ്കിൽ താണ് പറഞ്ഞു നോക്കും. എന്തോ ഇത്തവണത്തെ റൈഡിൽ ഒരുപാട് ത്രോട്ടിൽ ഓപ്പൺ ചെയ്യാനൊന്നും തോന്നിയില്ല. ദൂരം കുറവായതുകൊണ്ടായിരിക്കും, പോയ റോഡുകളൊക്കെ നല്ലതോ ആയതുകൊണ്ടായിരിക്കും. രണ്ട് സൈഡും മരങ്ങളൊക്കെ ഉണ്ട്. കാണുന്ന കാഴ്ചയിൽ പച്ചപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് പതിയെ വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു.
അങ്ങനെ ഓരോ തവണയും വഴി തെറ്റിക്കൊണ്ടേയിരുന്നു. എങ്ങോട്ടാ വഴിയെന്ന് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇത്തവണ വണ്ടി തിരിക്കാൻ നേരത്ത് തന്നെ തൊട്ടടുത്തുള്ള കടയിലിരുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു, ഇനിയിപ്പോൾ വണ്ടി തിരിക്കേണ്ട, നേരെ തന്നെ പോകും. എന്നിട്ട് കുറച്ച് മുമ്പോട്ട് എന്ന് ഇടത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മരുതിമലയിലേക്ക് പോകാം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ മുമ്പോട്ടുള്ള ഓരോ ചുവടുകളും വളരെ സൂക്ഷ്മമായി ഞങ്ങൾ നോക്കി പൊക്കോണ്ടേയിരുന്നു. ഓരോ ഇടവഴികൾ കാണുമ്പോൾ തിരിഞ്ഞു നോക്കി പൊക്കോണ്ടേയിരുന്നു. അങ്ങനെ മരുതിമലയിലേക്കുള്ള ആ പാതം ഞങ്ങൾ കണ്ടെത്തി. പൊട്ടിപ്പൊളിഞ്ഞ റോഡും 2 സൈഡും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു പാത. എന്തോ ഇവിടെ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ തോന്നുന്നുണ്ട്. മുമ്പോട്ട് പോകും തോറും ഒരു സംശയം എപ്പോഴും ഉള്ളിലുണ്ട്, ഇത് തന്നെയാണോ വഴിയെന്ന്. അങ്ങനെ വഴിയിലുള്ള ചേട്ടനോടൊക്കെ ചോദിച്ച് പതിയെ ഞങ്ങൾ ആ ഇടവഴി കയറിക്കൊണ്ടേയിരുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കായ മരുതിമലയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ആ കാണുന്ന 2 പില്ലേഴ്സിൻ്റെ ഇടയ്ക്കൂടെ വേണം പോവാൻ. അവിടെ ഒരു പാർക്കിംഗ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഗൂഗിൾ റിവ്യൂവിൽ കണ്ടതാണ്. തിരിഞ്ഞും പിരിഞ്ഞും അവിടെ ഇവിടെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ഈ മലയും ഈ സ്ഥലവും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അതുമാത്രമല്ല, മുകളിൽ നിൽക്കുന്ന ഈ ഒരു മേഘം കാണുമ്പോൾ പണ്ടെപ്പോഴോ എൻ്റെ ഒരു കുട്ടിക്കാലം ഞാൻ ഓർത്തുപോയി. കാരണം അന്നൊക്കെ ബോംബെ പൂട എന്ന് പറയുന്ന ഒരു തരം മുട്ടായി ഉണ്ടായിരുന്നു. ഒരു കവറിനകത്ത് കൊണ്ടുവരുന്ന, വായിലിട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ അലിഞ്ഞു മാറുന്ന ഒരു മുട്ടായി. അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ മേഘങ്ങളും. തൊട്ടടുത്തുള്ള ഒരു വില്ല കണക്കത്തെ കൗണ്ടറാണോ എന്തെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ടേക്ക് പയ്യെ നടന്നു. അവിടെ ചെറിയൊരു അരുവിയുണ്ട്. മേ ബി നല്ല മഴയുള്ള സമയത്ത് ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് നേരം ആ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് നിന്ന് ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് മരുത്തിമലയിലേക്കാണ്. ഏകദേശം 10-200 സ്റ്റെപ്പുകളോളം ഇവിടെ കയറാനുണ്ട്. അതുമാത്രമല്ല, ഈ വഴിയിൽ ഒരുപാട് അരണകളുണ്ട്. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടന്നില്ലെങ്കിൽ അരണ കലിക്കും. പിന്നെ അരണയ്ക്ക് അടുത്ത് വരുമ്പം മറന്നു പോകുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പണ്ടെപ്പോഴോ കേട്ടിട്ടുണ്ട്. ആ ഒരു കഥകളും ആ ചിന്തകളും ആ ഓർമ്മകളും ഒക്കെ ഞാനിങ്ങനെ അയവിറക്കി ഓരോ സ്റ്റെപ്പും കയറിക്കൊണ്ടേയിരുന്നു.
ഇതോ എവിടെയോ ഒരു ടെമ്പിൾ റണ്ണിൻ്റെ ഏതോ ഒരു സെഷൻ കളിക്കുന്ന ഫീലിങ്. ഈ സ്റ്റെപ്പ് കയറുമ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നത് എൻ്റെ കൂട്ടുകാരൻ ആദ്യമായിട്ട് വാങ്ങിയ ഐഫോണിലെ ടെമ്പിൾ റൺ തന്നെയാണ്. എന്തെന്നറിയില്ല, മേ ബി ചുറ്റിനുളേക്കാടും ഈ നടുക്കൂടുള്ള സ്റ്റെപ്പും അതൊക്കെയായിരിക്കും എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത്. ശരീരം അനങ്ങിയുള്ള പണി ചെയ്യാത്തതുകൊണ്ടായിരിക്കും. കുറച്ചൊക്കെ നടക്കും, കുറച്ചൊക്കെ കിതയ്ക്കും, കുഴയും. അങ്ങനെ നിന്ന് പതിയെ പതിയെ ഞങ്ങൾ ഈ മുകളിലോട്ട് കയറിക്കൊണ്ടേയിരുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് ക്രോസായിട്ട് അരണകൾ വന്ന് നിൽക്കുന്നുണ്ട്. എത്രയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ നടന്ന് കയറുന്ന ഭാഗങ്ങളും ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും ഈ പ്രകൃതി ഭംഗിയൊക്കെ അതിൻ്റെ ഒരു മനോഹാരിത അനുസ്മരിപ്പിക്കും വിധം തന്നെയാണ്. ഈ ഒരു റൈഡ് ഇപ്പോൾ ഈ ഒരു നിമിഷം എത്തിച്ചു നിർത്തിയേക്കുന്ന ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക്സ് ടു ബാക്ക് പാക്ക്. കാരണം ഏതോ ഒരു റീല് കുത്തിപ്പൊക്കി ആ സ്ഥലം കാണണമെന്നും പറഞ്ഞ് തുടങ്ങിയൊരു റൈഡ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീട്ടിലിരുന്നായിരുന്നെങ്കിൽ ഇതൊന്നും കാണാനോ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനോ എനിക്ക് നിങ്ങളെ ഇതൊന്നും കാണിച്ചു തരാനോ സാധിക്കില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആകാശത്തുള്ള ബോംബെ കൂടെയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ഈ മലമുകളിൽ കുറേ നേരം ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മലമുകളിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ടായിരുന്നു. ഇത്രയും ഉയരത്തിൽ വന്ന് ഈ മരങ്ങളും അതിനിടയിലുള്ള ചെറിയ വീടുകളൊക്കെ കണ്ടപ്പോൾ ജീവിതത്തിൽ ആരോ പറഞ്ഞത് പോണക്ക് പ്രശ്നങ്ങളെ അകലെ നിർത്തി കാണുക, അടുത്ത് നിർത്തി കാണരുത്. കാരണം അതിൻ്റെ വലിപ്പം കൂടും. അകലെ നിർത്തി കാണുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ നടന്നു. കുറച്ച് സമയത്തെ ആസ്വാദനങ്ങളും കാര്യങ്ങളും കാഴ്ചകളും ഫോട്ടോ എടുപ്പും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ പേരും മഴ. പിന്നൊന്നും നോക്കിയില്ല. തൊട്ടടുത്തുള്ള കട തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ കയറി ഒരു മാങ്ങാവെള്ളമൊക്കെ കുടിച്ച് നേരെ മുകളിൽ പോയി നമ്മുടെ RS200ൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ നിന്നും ഞങ്ങൾ പതിയെ പടിയിറങ്ങി. അപ്പോൾ ഈ ഒരു റൈഡ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. I'll catch you in next video guys. Take care. Stay safe. Bye.